ഒമേഗ 3 ഫാറ്റി ആസിഡ് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ആവശ്യമായ ഒരു പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ്. അപ്പോൾ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് നമുക്ക് ഏതെല്ലാം ടൈപ്പ് ഉണ്ടെന്ന് ആദ്യം നോക്കാം. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് പ്രധാനമായിട്ടും 3 തരത്തിലാണ് ഉള്ളത്. ഒന്ന് ALA, 2 DHA, EPA. അതിൽ ALA എന്ന് പറഞ്ഞാൽ ആൽഫ ലിനോലിക് ആസിഡും മറ്റേത് ഐക്കോസപെന്റനോയിക് ആസിഡും, DHA ഡോക്കോസ ഹെക്സേനോയിക് ആസിഡ്, ആൽഫ ലെനോലിക് ആസിഡ്. അവയാണ് മെയിൻലി നമ്മളുടെ ചിയാസീഡിലും ഫ്ലാക്സ് സീഡ്സിലും ഒക്കെ ഉള്ളത്, അതായത് പ്ലാന്റ് സോഴ്സ് നിന്ന് കിട്ടുന്നത്. പിന്നെ സോയാബീനിലും ഉണ്ട്. ഇതില് രണ്ടാമത്തെ വെറൈറ്റി EPA, DHA മൂന്നാമത്തെ വെറൈറ്റി. ഈ രണ്ടെണ്ണം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ ബ്രെയിനിന്റെ പ്രവർത്തനത്തിനും ഹാർട്ടിന്റെ ശരിയായ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് വരാവുന്ന ആ ഒരവസ്ഥ തടയാനൊക്കെ EPAയും DHAയ്ക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. DHAയുടെയും EPAയുടെയും പ്രാധാന്യം മനുഷ്യ ശരീരത്തിൽ വളരെയധികം കൂടുതലാണ്. അപ്പോൾ DHAയും EPAയും ഫിഷിൽ എങ്ങനെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് വെച്ചാൽ അത് മറൈൻ ആൽഗെ, കടലിലുള്ള ആൽഗയെയാണ് ഈ ഫിഷ് കഴിക്കുന്നത്. അങ്ങനെയാണ് അത് നമുക്ക് ഫിഷിലൂടെ നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്. ആൽഗയിലാണ് സത്യം പറഞ്ഞാൽ ഒമേഗ ഫാറ്റി ആസിഡ്സ് ഉള്ളത്. ഫിഷ് അല്ലെങ്കിൽ ഫിഷ് ഓയിൽ അല്ലെങ്കിൽ ഒമേഗ 3 സപ്ലിമെന്റ്സ് എടുക്കണം, എങ്കിൽ മാത്രമേ അത് കൃത്യമായ അളവിൽ നമുക്ക് ലഭിക്കുകയുള്ളൂ. അത് മനസ്സിലാക്കി ഭക്ഷണത്തിൽ, അതായത് നിങ്ങളുടെ ഡയറ്റിൽ ആഴ്ച 2 പ്രാവശ്യമെങ്കിലും ഫിഷ് കഴിക്കണം. ബാക്കി നിങ്ങൾ പ്ലാന്റ് സോഴ്സസ് എടുത്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഒമേഗ ഫാറ്റി ആസിഡ്സിന്റെ ഗുണങ്ങൾ അഥവാ ബെനിഫിറ്റ്സ്, ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തെല്ലാം നോക്കാം. സ്കിന്നിന്റെ ഹെൽത്തിനും അതുപോലെ ഹെയറിന്റെ ഹെൽത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഫ്ലമേഷൻ പ്രിവെന്റ് ചെയ്യാനുള്ള കഴിവ് ഒമേഗ ഫാറ്റി ആസിഡ്സിന് ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിൻ, മുഖക്കുരു വരാൻ സാധ്യതയുള്ള സ്കിന്നിൽ ഒമേഗ ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ആഹാരം കഴിക്കുന്നത് വളരെ നന്നായിരിക്കും. രണ്ടാമത് ഹെയറിന്റെ ഗ്രോത്തിനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒമേഗ ഫാറ്റി ആസിഡ്സ്. സ്കാൽപ്പ് ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒമേഗ ഫാറ്റി ആസിഡ്സ് നമ്മുടെ ബ്രെയിനിന്റെ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ കോഗ്നിഷൻ അഥവാ ചിന്താശക്തി, മെമ്മറി ഇവയൊക്കെ നിയന്ത്രിക്കുന്നത് ഒമേഗ ഫാറ്റി ആസിഡ്സിന്റെ പ്രസൻസ് ആണ്. അതുണ്ടെങ്കിൽ മാത്രമേ ബ്രെയിനിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. പിന്നെ മെന്റൽ ഹെൽത്തിൽ ഡിപ്രഷൻ കുറയ്ക്കുവാനും ആങ്സൈറ്റി കുറയ്ക്കുവാനും ഒക്കെ ഒമേഗ ഫാറ്റി ആസിഡ്സിന് കഴിയും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയതിന്റെ ആവശ്യകതയാണ് ഈ പറയുന്നത്. മറ്റൊരു കാര്യം, ഒമേഗ ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ നമ്മുടെ കാർഡിയോ വാസ്കുലാർ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ്, ഹൃദയത്തിന്റെ ആരോഗ്യം. അതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ TG അഥവാ ട്രൈഗ്ലിസറൈഡ്സ് കുറയ്ക്കാൻ ഒമേഗ ഫാറ്റി ആസിഡ്സിന് കഴിയും. അതുകൂടാതെ തന്നെ ഹാർട്ട് അറ്റാക്ക്, ക്രോണിക് ഹാർട്ട് ഡിസീസസ് തടയുവാനും ഒമേഗ ഫാറ്റി ആസിഡ്, പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞ പോലെ EPA ഐക്കോസപെന്റനോയിക് ആസിഡിലും DHAയ്ക്കും ആണ് പ്രത്യേക കഴിവുള്ളത്.